നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞത്തേക്ക് 13,988 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ മദർഷിപ്പ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മറ്റൊരു കൂറ്റൻ മദർഷിപ്പ് കൂടിയെത്തും. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിലൊന്നായ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ ഡെയ്ല എന്ന കണ്ടെയ്നർ കപ്പലാണ് ഈ മാസം 30-ന് വിഴിഞ്ഞം തുറമുഖ ബർത്തിൽ നങ്കൂരമിടുക. 13,988 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള 51 മീറ്റർ വീതിയും 366 മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സംവിധായകൻ മോഹൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 70-കൾ മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന മോഹൻ അവസാനം സംവിധാനം ചെയ്ത ചിത്രം 2005-ൽ ഇറങ്ങിയ ദ ക്യാമ്പസ് ആണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. പക്ഷേ ശാലിനി എന്റെ കൂട്ടുകാരി, ഇസബെല്ല, അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് മോഹൻ. 1978-ൽ പുറത്തിറങ്ങിയ വാടക വീടായിരുന്നു മോഹന്റെ ആദ്യ ചിത്രം. പിന്നീട് ജോൺ പോളും പത്മരാജനുമായി ചേർന്ന് ഇദ്ദേഹം ഒരുക്കിയ ചിത്രങ്ങൾ എല്ലാം സാമ്പത്തികമായും കലാപരമായും വിജയങ്ങൾ നേടിയവയായിരുന്നു. മമതയുടെ രാജി ആവശ്യപ്പെട്ട് കൊൽക്കത്തയിൽ വൻ പ്രതിഷേധം. കനത്ത സുരക്ഷയിൽ കൊൽക്കത്ത നഗരം. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊൽക്കത്ത നഗരത്തിൽ ഇന്ന് വൻ പ്രതിഷേധ റാലി. നഭന്ന അഭിജാൻ എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് കൊൽക്കത്ത നഗരം വൻ സുരക്ഷാ വലയത്തിലാണ്. ത്രിതല സുരക്ഷയ്ക്കായി 6,000 പോലീസുകാരെയാണ് മമതാ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രതിഷേധം തടയാനാണ് കൊൽക്കത്ത പോലീസിന്റെ നീക്കം. മാർച്ചിനിടെ അക്രമമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സ്വവർഗാനുരാഗത്തിൽ നിന്നും പിന്മാറി. ആലപ്പുഴ സ്വദേശിനിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. സ്വവർഗാനുരാഗത്തിൽ നിന്നും പിന്മാറിയതിനാൽ ആലപ്പുഴ സ്വദേശിനിക്ക് നേരെ ആക്രമണം. കട്ടപ്പന സ്വദേശിനിയാണ് ആലപ്പുഴ സ്വദേശിനെ ആക്രമിച്ചത്. ആലപ്പുഴ സ്വദേശിനിയായ 43-കാരുടെ നഗ്നചിത്രങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചത്. കൂടാതെ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്തു. ഇരുവരും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് സ്വവർഗാനുരാഗികളായത്. സംഭവത്തിൽ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്തു. വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന് IPS നൽകാൻ നീക്കം. പ്രതിഷേധവുമായി പെൺകുട്ടികളുടെ അമ്മ. വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ MJ സോജന് IPS നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധവുമായി പെൺകുട്ടികളുടെ അമ്മ. സോജന് IPS ഗ്രേഡ് ലഭിക്കുന്നതിനുള്ള സമഗ്രതാ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവയ്ക്കാനാവില്ലെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം ലഭിച്ചതിന് പിന്നാലെയാണ് അമ്മ പ്രതികരണവുമായി രംഗത്തെത്തിയത്. കോടതി വിധി വരും മുമ്പ് സർക്കാർ തിരക്കിട്ട് നടത്തുന്ന നീക്കം കോടതിയെയും ഇരയാക്കപ്പെട്ടവരെയും വെല്ലുവിളിക്കാനാണെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. പ്രതികളെ രക്ഷിച്ചതിന് സർക്കാരിന്റെ സമ്മാനമാണ് നടപടിയെന്നാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറയുന്നത്. കേസ് അട്ടിമറിച്ച് മുഴുവൻ പ്രതികളെയും രക്ഷപ്പെടുത്തിയെടുത്ത ആളാണ് സോജൻ. ഇതിനുള്ള സമ്മാനമാണ് IPS പദവി. സോജൻ പ്രതിസ്ഥാനത്ത് നിൽക്കെ തിടുക്കപ്പെട്ട് എന്തിന് IPS നൽകുന്നുവെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ ചോദിക്കുന്നു. വേട്ടക്കാർക്കൊപ്പമാണ് ഞങ്ങളെന്ന് സർക്കാർ വീണ്ടും തെളിയിക്കുകയാണെന്നും അവർ പറഞ്ഞു.